രാഘവേട്ട, ഇങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ധൈര്യം വേണ്ടത്. ദൈവം നമ്മളെ കൈവിടില്ല. ദൈവം എന്നെ കൈവിട്ടു. രാഘവേട്ട അങ്ങനെയൊന്നും പറയരുത്. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. സമാധാനായിട്ടിരിക്കൂ. ഈ ആശുപത്രിയുടെ മെഡിക്കൽ ഷോപ്പിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് നിലപാടെടുക്കും? അടപ്പിക്കണം. ബന്ധു പൂർണ്ണമാവണമെങ്കിൽ ആശുപത്രി അടപ്പിക്കണം, മെഡിക്കൽ ഷോപ്പ് അടപ്പിക്കണം. അപ്പൊ ഇലക്ട്രിസിറ്റിയുടെയും പാൽ വിതരണത്തിന്റെയും കാര്യത്തില് എന്തത്ര സംശയം? ബഹുജനങ്ങൾക്ക് ജീവിക്കാൻ അത്യാവശ്യമുള്ള എല്ലാ സ്ഥാപനങ്ങളും സംഭിപ്പിക്കണം. അതാണ് വേണ്ടത്. ഇതിത്ര ചോദിക്കാനൊക്കെ ഉണ്ടോ? എടോ പ്രഭാകര, ഒന്നവിടെ നിൽക്കുക. ഭാനുവെടുത്ത് ആസ്പത്രിയില്ല. എന്താ അസുഖം? ഒരു നെഞ്ചുവേന വന്ന് ബോധം കെട്ടു വീണു. ഓഹോ, അച്ഛനെ അറിയിച്ചില്ലേ? അച്ഛൻ ആസ്പത്രിയിലുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ കുഴപ്പമില്ല, പറഞ്ഞാ മതി. 4-ാം തീയതി ബന്ധാണേ. ഞാൻ സമയം പോലെ വന്ന് കണ്ടോളാം. ചലോ. ഒന്ന് വേഗം നോക്കേണ്ട KRP. 4 മണിക്ക് മുമ്പ് 2000 കോപ്പി അടിക്കാനുള്ളതാ. അവസാനം വാക്കുകൾ തന്നായില്ലേ എന്നെ കുറ്റം പറയരുത്. അയ്യോ, വാക്കുകൾ നന്നായിരിക്കണം. ഓരോ വാക്കും ഓരോ ചാട്ടുളി പോലെ ഇരിക്കണം. RDPക്കാരന്റെ ആത്മാവ് കിടന്നുരിക്കണം. അപ്പൊ കുറച്ച് സമയം എടുക്കും. മോനെ പ്രകാശ, എന്താ, എന്ത് വേണം? KRP ഇപ്പൊ കാണാൻ പറ്റൂല. ഒരു വിവരം പറയാണ്ടായിരുന്നു. ഒരു വിവരം ഇപ്പൊ പറയാൻ പറ്റില്ല. പോണം മിസ്റ്റർ. ഒരു അത്യാവശ്യ കാര്യമാണ്. അതിനേക്കാളും വലിയ അത്യാവശ്യ കാര്യമാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. RDPയുടെ ബന്ധിനെതിരെ ജനലക്ഷങ്ങൾ ഇളക്കി വിടാനുള്ള നോട്ടീസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് KRP. മനസ്സിലായി? അച്ചുവേട്ടന് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. അമ്മ നെഞ്ചുവേനായിട്ട് ആസ്പത്രി കിടക്കുക. സാരല്ല, അമ്മയല്ലേ. KRPയുടെ മറ്റൊരു അമ്മയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാ. ഭാരതം എന്ന നമ്മുടെ എല്ലാവരുടെ അമ്മ, ഭാരതമാതാവ്. KRP സമയം പോണ നോട്ടീസ് എഴുതൂ. നിങ്ങളൊന്ന് പോണം മിസ്റ്റർ. നിങ്ങളാണല്ലേ പറഞ്ഞേ? എഴുതൂ. ഇപ്പൊ എവിടെ എത്തി? ഭരണപക്ഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനത്തിന് വേണ്ടി അങ്ങനത്തെ വാക്കുകൾ തരട്ടെ. അധികം സംസാരിപ്പിക്കണ്ട കേട്ടോ. ഇത്തിരി കഞ്ഞിയാ. ഭാനുവെടുത്തേക്ക് ഇപ്പൊ സുഖമുണ്ടെന്ന് ടീച്ചർ വന്ന് പറഞ്ഞു. ഒന്നും കൊടുക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആയിക്കോട്ടെ, കഞ്ഞി രാഘവേട്ടന് കുടിക്കാലോ. ഇപ്പൊ എങ്ങനെയുണ്ട് എടുത്തി? പ്രഭയും പ്രകാശനെയും ഒന്നും കണ്ടില്ലല്ലോ അച്ചോ. അത് അവരിത് അറിഞ്ഞിട്ടില്ലല്ലോ. 4 കൂടിയ വഴി വെച്ചിട്ട് പ്രശാന്തിനെ കണ്ടു. അവൻ കുട്ടിയല്ലേ, വെറുതെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞില്ല. ചിലപ്പോ ഈ വിവരം അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇപ്പൊ എത്താനും മതി. അച്ഛൻ വന്നേ. എന്തേ? നീ പ്രഭയം പ്രകാശനെ കണ്ടില്ലേ? അച്ചു, നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല. രണ്ടുപേരെ നീ കണ്ടു. നിന്റെ മുഖം കണ്ടറിയാം. എന്താ രാഘവേട്ട ഈ പറയണത്? നേര് പറ, നീ അവരെ കണ്ടില്ലേ? അതല്ലല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ. അതൊക്കെ കള രാഘവേട്ട. രാഘവേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? രാഘവേട്ടന്റെ എന്താ ആവശ്യത്തിന് ഞാനുണ്ട്, ടീച്ചറുണ്ട്. വേറെ എത്ര പേരെ വേണം സഹായത്തിന്? പറ. എന്റെ മക്കള് തിരക്കിലാണല്ലേ. ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു. മക്കള്, രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതിനൊന്നും ഒരർത്ഥവും ഇല്ലടാ. വയസ്സുകാലത്ത് മക്കള് നമുക്ക് താങ്ങാകുമെന്ന് കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുക. എനിക്ക് മനസ്സിലായി, നമുക്ക് നമ്മളെ ഉള്ളൂ. അച്ചു പൊയ്ക്കോ. എന്റെ മക്കള് തിരിഞ്ഞു നോക്കാത്തടത്ത് നിനക്ക് എന്ത് കാര്യം? അല്ല, ഞാൻ പൊയ്ക്കോ. ഇവിടെ ആരും വരണ്ട. എനിക്കാരും കാണുകയും വേണ്ട. എന്നോടും ഭാനുവിനോടും ദയവുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും. ഭരണം അവരുടെ കയ്യിൽ, പോലീസ് അവരുടെ കയ്യിൽ. ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോ എല്ലാ കടകളും തുറക്കും. നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും. എന്ത് പിണ്ണാക്ക് വെച്ചാ നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യുന്നത്? പിണ്ണാക്കും? മിസ്റ്റർ കോട്ടപ്പള്ളി, അൺപാർലമെന്ററി ആയിട്ടുള്ള പദങ്ങൾ പ്രയോഗിക്കരുത്. പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ്. അതൊരു ഭക്ഷ്യവസ്തുവാണ്, പശുക്കൾ കഴിക്കുന്നത്. പക്ഷെ സന്ദർഭം അൺപാർലമെന്ററി ആണ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്ന് പിള്ള സാർ പറഞ്ഞില്ല. ഛത്രപതി ശിവജിയുടെ രീതി, ചെമ്പടയുടെ രീതി, ഫെഡറൽ കാസ്ട്രോയുടെ രീതി. നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങളുണ്ടല്ലോ. ഗറില്ല വാർഫെയർ, ഒളിയുദ്ധം. അതിനൊക്കെ ആയുധം എവിടെ? വല്ലഭന് പുല്ലും ആയുധം. വല്ലവന്റെ കാര്യമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ. അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും. അതിന് ടൗണിൽ എവിടെയാ ഒളിത്താവളങ്ങള്? അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ, പിന്നെ ആ അരയാൽ മരം. രാത്രി 12 മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം. നനച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക്. സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റക്കടകളും തുറക്കുകയില്ല. പോലീസ് പിടിച്ചാ പിടികൊടുക്കണം. കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല. വരൂ, നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. എനിക്കിത് നടക്കുമെന്നുള്ള കോട്ടപ്പള്ളി, ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. കം ഓൺ. അയ്യോ, എന്താ?
നമ്മൾ സംസാരിക്കുന്ന ഇവന്മാര് കേട്ട് കാണും. കേട്ട് കാണൂ. ഏതായാലും നിന്നിട്ട് കാര്യമില്ല. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. ഈ തെണ്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരെപ്പോ വീട്ടിനകത്ത് കയറി പറ്റി? അപ്പൊ തനിക്കൊന്ന് കയറി പരിശോധിച്ചുകൂടായിരുന്നു? ആ എനിക്കറിയൂ, പക്ഷെ നമ്മൾ സംസാരിച്ച് വളരെ പതുക്കിയാ, കേട്ടാൻ വഴിയില്ല. മിസ്റ്റർ പ്രഭാകരൻ, നിങ്ങളുടെ അച്ഛനെവിടെ? അനുജനോട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. എനിക്ക് ചില പ്രധാന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അച്ഛനെ ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടു കിടക്കാറില്ല. എല്ലാവരും ഉണ്ടല്ലോ. എന്താ അവിടെ വല്ല മീറ്റിംഗോ സത്യാഗ്രഹമോ വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അച്ഛാ? കുഴപ്പമൊന്നുമില്ല മോനെ. അച്ഛൻ ഇപ്പൊ വരാം. മോൻ പോവല്ലേ? അപ്പോ നമുക്ക് നീങ്ങാം. മോനും പോവല്ലേ? അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യല്ലേ? മിസ്റ്റർ രാഘവൻ നായർ, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും. ഇവക്ക് നല്ല സുഖമില്ല, ഞാനൊന്ന് കിടത്തിട്ട് വരാം. കിടന്നു. എനിക്ക് ക്ഷീണമൊന്നും തോന്നുന്നില്ലെന്നേ. എന്നാലും ദേഹം അധി ഇളക്കണ്ട. എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം. ഞങ്ങൾക്ക് അല്പം കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. KRP നമുക്ക് ഒരുപാട് പണികളുള്ളതാ. KRP CRP ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങി പോണം മിസ്റ്റർ. ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത്? അതെ, 1966 അമെന്റ്മെന്റ് പ്രകാരം. അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ? ഭാനുമതിയുടെ പേരിലുണ്ടായിരുന്ന സ്ഥലം പോയി, ബാങ്കുകാർ ജപ്തി ചെയ്തു. ഇനിയിപ്പൊ നിങ്ങളുടെ വീതം ബാങ്കുകാരോട് എന്ന് ചോദിക്കും, അവര് ചിലപ്പോ തരുമായിരിക്കും. പിന്നെ ഉള്ളത് ഈ വീടാ. വീട് എന്റെ പേരില്ല. ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല. എന്ന് വെച്ചാൽ? മോനെ ആനന്ദ, എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാൽ നടക്കില്ല. എന്റെ മോളെ കെട്ടണമെന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു. നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാകണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു. ഇവളല്ലായിരുന്ന വേറൊരുത്തെ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ? ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാ ഞാൻ. ആ കുറ്റത്തിനാണോ നീ ഇപ്പൊ എന്നെ ശിക്ഷിക്കുന്നത്? എന്ത് ധൈര്യത്തിലാ നീ ഈ വക്കീലിനെ കൂട്ടി പടി കയറിയത്? നീ സമ്പാദിച്ചു വല്ല ഇവിടെ ഇരിപ്പുണ്ടോ? ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ്. അത് ഒരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത്. നിനക്കും ഉണ്ടല്ലോ മോളെ 2 കുഞ്ഞുങ്ങള്. നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി? ആ അകത്ത് കിടക്കുന്ന നിങ്ങളുടെ അമ്മയാണ്. നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ. ആ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ? അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവണം. നീ ചോദിച്ചുടനെ അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്തു തന്നത് എന്നേക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ. ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ? രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ. അത് നല്ല ആളുകൾ ചെയ്യുമ്പോ. സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനെടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നേ? ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. മനസ്സിലായോ? സ്വന്തം ബെങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി. നീയൊക്കെ ചേർന്നവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു. അതിന് നിനക്കൊരു സമ്മാനം തരണമെന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ. ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം, അല്ല ബിസിനസ് പൊളിയും. എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ്. നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരെ നീരുവായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ്. അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിക്കാം. ഇറങ്ങും പുറത്ത്.
എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല. എല്ലാം ഇപ്പൊ ഇറങ്ങണം. ആദ്യം സ്വയം നന്നാകണം, പിന്നെ വീട്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. ഭാനു, ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കണം. ഒരു നിലവിളക്കും കത്തിച്ചു വെക്കാം. ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ. ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. നല്ല സമയത്താണല്ലോ വന്നത്. എന്താ രണ്ടാൾക്കൊരു മൗനം? രാഘവേട്ടാ, എന്നോട് ദേഷ്യം തോന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപിടിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത്. രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ. അതായത് ഗുണദോഷിക്കുകയും തല്ലും ഒക്കെ ചെയ്തു, അതൊക്കെ നല്ലതാ. ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ? മക്കളെ നന്നാക്കിയെടുക്കാൻ രാഘവേട്ടന് പറ്റില്ല എന്നൊരു അഭിപ്രായം വരും. അവരെന്റെ മക്കളല്ലെന്ന് ഞാൻ തീരുമാനിച്ചാലോ? അവിടെയാണ് കുഴപ്പം. അങ്ങനെ തീരുമാനിച്ചാൽ വേർപ്പെടുന്നതാണോ രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം? അവരെ പ്രസവിച്ച ഭാനുവെടുത്തിയെ സഹിക്കൂ. എന്തിന് കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ടൻ തന്നെ സഹിക്കൂ. അടിച്ച് പുറത്താക്കാൻ എളുപ്പ. അവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ച് നന്നാക്കിയെടുക്കാൻ ഇത്തിരി മിടുക്ക് വേണം. എനിക്ക് ആ മിടുക്കില്ല. ഉണ്ടാവണം. അച്ഛനെ മക്കൾക്ക് ഇപ്പൊ പിടികിട്ടി. ഇനി 4 നല്ല വാക്ക് പറഞ്ഞാൽ അവർ നന്നാവുകയും ചെയ്യും. ഇല്ലച്ചു, ഞാൻ ഉറപ്പ് തരാന്നേ. നന്നാവണമെന്ന് അവർക്കൂടെ തോന്നണ്ടേ? അവർക്ക് തോന്നി കഴിഞ്ഞു. എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കുന്നുണ്ട്. അവര് പേടിച്ചിട്ട് ഇങ്ങോട്ട് വരാത്തതാ. സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ പിന്നെ രാഷ്ട്രീയക്കാർ വിലവയ്ക്കൂ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. വലതുകാല് വെച്ച് കയറിക്കോ. ഇനിയെങ്കിലും നന്നാവണേ എന്ന് പ്രാർത്ഥിച്ചോണ്ട്. ചെല്ലുന്നേ. ഒന്ന് എണ്ണീറ്റേ. എണ്ണീക്കുന്നേ. പ്രകാശിന് ബസ് തെറ്റും. അവൻ കാത്തു നിൽക്കുന്നു അച്ഛന്റെ അനുഗ്രഹത്തിനായിട്ട്. എന്നും ഉണ്ടോ ഇന്റർവ്യൂ? ആ, ഇത് തീർച്ചയായിട്ടും കിട്ടുമെന്നാ പറയണേ. നല്ല ശമ്പളം ഉണ്ടാവത്രേ. എന്നും പ്രത്യേക അനുഗ്രഹമൊന്നും ആവശ്യമില്ല. എല്ലായ്പ്പോഴും അതെന്റെ മനസ്സിലുണ്ടല്ലോ. എവിടെ പ്രഭാകരൻ പോയോ? ഞാൻ ഇറങ്ങാണച്ചാ. മേനോ സാർ ചിലപ്പോ ഇന്നെന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും. കേസ് നേരാവണ്ണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം. പഠിച്ചു, തലങ്ങും വിലങ്ങും പഠിച്ചു. നീ ടൗണിലേക്കുണ്ടോ? ഉണ്ട്. എന്നാ അവർ ഓട്ടോ പിടിക്കാം. അച്ഛാ, 1 മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും. പറമ്പൊന്നും കിട്ടിയില്ലേലും സാരമില്ല മക്കളെ. നിങ്ങളൊക്കെ നന്നായി കണ്ടാ മതി. എന്താണത്? ഒരു കാരണമല്ല എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ കുറച്ചു പേര് ചേർന്ന് ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരു കൊടി വേണമല്ലോ. ഇന്ന് മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോവാ. നിന്നെ പുറത്താക്കിയിട്ട് ഇങ്ങനെ തക്കതായ കാരണം കാണും. അതെ,
അതിനുള്ള പ്രതിവിധി കൊടിപിടുത്തല്ല. അതുകൊണ്ടാ എന്തിന്? അതിന് തരാനാ പറഞ്ഞത്. കൊടുക്കണം അങ്ങോട്ട് കൊടി. അവന്റെ ഒരു കൊടിപിടുത്തവും സമരവും